നമ്മുടെ ഹെലയും താനോസിൻ്റെ ആർമിയും തമ്മിൽ ഫൈറ്റ് നടത്തിയാൽ ആര് ജയിക്കുമെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അത് നമ്മുടെ ഹെലയുടെ കാര്യം പറയും. ഹെലയെന്ന് പറയുമ്പോൾ തന്നെ മരണത്തിൻ്റെ ദേവതയാണ് നമ്മുടെ ഹെല. അതുമാത്രമല്ല, ആസ്കാർഡിൽ നിൽക്കുമ്പം എത്രമാത്രം പവർ കൂടുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. തോർ തന്നെ പറയുന്നുണ്ട്, ആസ്കാർഡിൽ നിൽക്കുമ്പം അവളുടെ ശക്തി കൂടിക്കൂടി വരും. ഇനിയും അവളോട് യുദ്ധം ചെയ്യാൻ പോകണമെങ്കിൽ നമ്മൾ തന്നെ ഇടികൊണ്ട് ഓടത്തുള്ളൂ. അതുകൊണ്ട് അത് തോർ തന്നെ പറയുന്നുണ്ടല്ലോ. ആ സമയത്ത് നമ്മുടെ താനോസിൻ്റെ ആർമിയും അഥവാ ആസ്കാർഡിൽ വന്ന് നമ്മുടെ ഹെലയുമായിട്ട് യുദ്ധത്തിന് വരുവാണെങ്കിൽ ഒരു 98% നമ്മുടെ ഹെല തന്നെ താനോസിൻ്റെ ആർമീനെ ഡിഫീറ്റ് ചെയ്യും. ബാക്കി 2% നമ്മുടെ എബോണിമോയാണ്. കാരണം താനോസിൻ്റെ ആർമിയിൽ തന്നെ ഇത്തിരി പവർഫുള്ളായിട്ട് തോന്നിയിട്ടുള്ളത് എബോണിമോയാണ്. അപ്പം അല്ലാത്ത പക്ഷം നോക്കുവാണെങ്കിൽ 98-99% നമ്മുടെ ഹെല തന്നെ ജയിക്കത്തുള്ളൂ. അഥവാ വേറൊരു പ്ലാനറ്റിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഹെലയുടെ ആർമിയും കൂടെ വേണമെന്നാണ് തോന്നുന്നത് എനിക്ക്. അപ്പം എങ്ങനെയാണെങ്കിലും അവസാനം ജയിക്കാൻ പോകുന്നത്, എവിടെ യുദ്ധം ചെയ്താലും അവസാനം ജയിക്കുന്നത് നമ്മുടെ ഹെല തന്നെയായിരിക്കും. കാരണം ഹെല അത്രയ്ക്ക് ഓവർപ്പറായിട്ടുള്ള ക്യാരക്ടറാണ്.